Hi friends, നമ്മുടെ ഫ്യൂച്ചർ ടെൻസ് ആണ് ഇപ്പോഴും സിമ്പിൾ ഫ്യൂച്ചറെല്ലാം നമ്മൾ കണ്ടു. ഇനിയും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് സാധാരണ പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഫോം എന്താണെന്നുള്ളതാണ്. ഫോം എന്ന് പറയുമ്പോൾ വിൽ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി എന്ന് പറഞ്ഞാൽ വിൽ ബി പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഉദാഹരണത്തിന് ബോർഡിൽ എഴുതിയിരിക്കുന്ന പോലെ വിൽ ബി പ്ലേയിങ്, വിൽ ബി വർക്കിംഗ്, വിൽ ബി പ്ലേയിങ്, വിൽ ബി വർക്കിംഗ്, വിൽ ബി മീറ്റിംഗ്, വിൽ ബി പ്ലേയിങ്, വിൽ ബി ഈറ്റിംഗ്, വിൽ ബി സെലിബ്രേറ്റിംഗ്, വിൽ ബി മീറ്റിംഗ്. Example you can see. So suppose you are given a verb, eat. What will be the future continuous form? Will be eating. Drink, will be drinking. Run, will be running. Then what else? Draw, will be drawing. You have got learn, will be learning. Write, will be writing, like that. So you can see the example now here, and thus you can create your own examples on this model. Okay, so here it is. The future continuous tense form will be plus present participle, that is will be plus ing, will be playing and will be working. Clear? The sentences again. It will be raining tomorrow. ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എല്ലാ കണ്ടിന്യൂസ് ടെൻസിൻ്റെ കാര്യം ഒരുപോലെയാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ. പാസ്റ്റ് കണ്ടിന്യൂസ് കുറേ നേരത്തേക്ക് ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങൾ. ഇറ്റ് വാസ് റെയിനിങ് യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഇത് ഭാവിയിൽ കുറേ നേരത്തേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഭാവിയിൽ കുറേ നേരത്തേക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി എക്സാമ്പിൾ കണ്ടോ. ഇറ്റ് വിൽ ബി റെയിനിങ് ടുമോറോ, നാളെ മഴ കുറേ നേരത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കും, കുറേ നേരത്തേക്ക് മഴ പെയ്തുകൊണ്ടിരിക്കും. ഷീ വിൽ ബി വർക്കിംഗ് ഓൺ ദാറ്റ് പ്രോജക്റ്റ് ദ ഹോൾ ഡേ, ദിവസം മുഴുവനും അവൾ ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. They will be playing cards in the afternoon. ഉച്ചയ്ക്ക് ശേഷം അവർ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കും. അവർ ടീച്ചർ വിൽ ബി ടേക്കിംഗ് സ്പെഷ്യൽ ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയിൽ നമ്മുടെ ടീച്ചർ സ്പെഷ്യൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുന്നു, അല്ലാതെ തുടർച്ചയായിട്ട് ഇങ്ങനെ ദിവസം മുഴുവൻ എന്നുള്ളതല്ല, ആഴ്ച മുഴുവൻ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. Next month our team will be preparing for the tournament. അടുത്ത മാസം നമ്മുടെ ടീം ടൂർണമെൻറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. കുറേ നാളത്തേക്ക് പ്രിപ്പറേഷൻ വരുമ്പോൾ കുറേ നാളത്തേക്ക് വരുമല്ലോ. അടുത്ത വി വിൽ ബി സെലിബ്രേറ്റിംഗ് ഫാമിലി ഫിഷ് നെക്സ്റ്റ് മൺഡേ. ഞങ്ങളുടെ ഫാമിലി ഫിഷ് ചില വീടുകളിലൊക്കെ അവരുടേതായ കുറേ ഫീസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഉദാഹരണം പറയുകയാണെങ്കിൽ ജന്മദിനം അതൊരു ഫാമിലി ഫീസ്റ്റ് അല്ലേ. ഇപ്പം അങ്ങനത്തെ അല്ലെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇതൊക്കെ ഇപ്പം അടുത്ത ആഴ്ച ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഒരു ദിവസം മുഴുവനാണ്, ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരാഴ്ച മുഴുവനൊക്കെ സെലിബ്രേഷൻ കാണും. ഇനി ഐ വിൽ ബി സ്റ്റഡിങ് ഫോർ മൈ എക്സാം നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാൻ ഇത്രയും നാൾ ഞാനൊന്നും പഠിച്ചില്ല, അതുകൊണ്ട് അടുത്ത മാസം ഞാൻ തുടർച്ചയായിട്ട് കുറേ നേരത്തേക്ക് ഇരുന്ന് പഠിക്കും എക്സാമിനേഷൻ. The manager would be meeting his friends tonight. മാനേജർക്ക് പകൽ സമയത്ത് കൂട്ടുകാരെ കാണാൻ സമയമില്ല, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ കാണും. അപ്പം ഇങ്ങനെ കുറേ നേരത്തേക്ക് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വി വിൽ ബി സെലിബ്രേറ്റിംഗ് അവർ മാരേജ് ഫീസ് നെക്സ്റ്റ് വീക്ക്. അങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയുമ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ വെർബ്സ് ഇങ്ങനെ എടുത്തിട്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ചെറിയ സെൻറ്റൻസുകൾ
ചെറിയ ചെറിയ സെൻറ്റൻസുകൾ. She will be running, they will be going, they will be moving out, I will be sleeping, and then students will be crying. എന്താണെന്ന് അറിയത്തില്ല. Students will be agitating. അല്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ. We will be celebrating our feast. We will celebrate our feast എന്ന് പറഞ്ഞാൽ അത് തുടർച്ച കാണിക്കുന്നില്ല. പക്ഷേ സെലിബ്രേറ്റിംഗ് എന്ന് പറയുമ്പം കുറേ നേരത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ഭാവിയിൽ കുറേ സമയത്തേക്ക്, കുറേ നേരത്തേക്ക്, ചിലപ്പോൾ ദിവസങ്ങളോളം, ചിലപ്പോൾ മാസങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ബൈ.